മഹാഭാരതത്തിലെ സൂര്യപുത്രനായ കർണന്റെ കൈവശമുണ്ടായിരുന്ന ഇന്ദ്രദത്തമായ ഒരു വേൽ. ഇതിനെയാണ് വൈജയന്തി ശക്തി എന്ന് പറയുന്നത്. അർജുനനെ വധിക്കാനായി കർണൻ ഇത് സൂക്ഷിച്ചുവെങ്കിലും കൃഷ്ണന്റെ തന്ത്രപരമായ ഇടപെടലിനാൽ ഘടോത്കചന്റെ മേൽ പ്രയോഗിച്ച് കർണൻ ഇതിനെ ഫലശൂന്യമാക്കി. ഈ വേൽ ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒന്നായിരുന്നു. ഉപയോഗശേഷം ഈ ശക്തി ഇന്ദ്രന്റെ പക്കലേക്ക് മടങ്ങിപ്പോകും. കുരുക്ഷേത്ര യുദ്ധം ആസന്നമായ നാളുകളിൽ ഒരു ദിവസം ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ചിന്തിച്ചു, തൻ്റെ പുത്രൻ്റെ മുഖ്യ ശത്രുവാണ് കർണൻ. സൂര്യപുത്രനായ കർണൻ അർജുനനും പോകുന്ന എതിരാളിയാണ്. എന്നാൽ പിതാവായ സൂര്യദേവൻ നൽകിയിട്ടുള്ള കവചകുണ്ടലം ധരിച്ചതിനാൽ കർണന് മരണം സംഭവിക്കത്തില്ല. അങ്ങനെ മരണമില്ലാത്ത കർണൻ തൻ്റെ പുത്രൻ്റെ കാലനായി ഭവിക്കും. അതിനാൽ ഏതു വിധേനയും കർണനിൽ നിന്നും കവചകുണ്ടലങ്ങൾ കൈക്കലാക്കണം. ഇന്ദ്രന്റെ ഇപ്രകാരമുള്ള വിചാരം ജ്ഞാനദൃഷ്ടിയിൽ അറിഞ്ഞ സൂര്യഭഗവാൻ ഒരു ദിവസം രാത്രിയിൽ പുത്രനായ കർണൻ ഉറങ്ങുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഒരു ബ്രാഹ്മണ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഉപചാരപൂർവ്വം വന്ദിച്ച കർണനോട് സൂര്യൻ അദ്ദേഹത്തിന്റെ ജന്മരഹസ്യം ധരിപ്പിക്കുകയും തുടർന്ന് ജനിച്ചപ്പോൾ കർണന്റെ ശരീരത്തിൽ താൻ അണിയിച്ച കവചകുണ്ടലങ്ങൾ ഒരിക്കലും കൈവെടിയരുതെന്നും അവ ശരീരത്തിലുള്ള കാലത്തോളം നിന്നെ ആർക്കും വധിക്കുവാൻ സാധ്യമല്ലെന്നും സൂര്യഭഗവാൻ അറിയിക്കുന്നു. എന്നാൽ താൻ ഒരിക്കലും സത്യം ലംഘിക്കുകയില്ലെന്നും തൻ്റെ ദാനവ്രതം താൻ ഒരിക്കലും തെറ്റിക്കുകയില്ലെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ കവചകുണ്ടലങ്ങൾക്ക് പകരമായി ഇന്ദ്രന്റെ പക്കലുള്ള ഏക പുരുഷഘാതിനി എന്ന വേല് ചോദിച്ചു വാങ്ങണമെന്നും അർജുനനല്ലാതെ മറ്റാരിലും അത് പ്രയോഗിക്കരുതെന്നും സൂര്യദേവൻ കർണനെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഏക പുരുഷഘാതിനി ഇന്ദ്രന്റെ അതിശക്തമായ ആയുധമാണ്. അസുരന്മാരെ വധിക്കുവാൻ ഇന്ദ്രൻ അത് ഉപയോഗിക്കാറുണ്ട്. പ്രയോഗശേഷം ഇത് ഇന്ദ്രന്റെ കൈവശം കൃത്യമായി മടങ്ങിയെത്തിയിരുന്നു. ഇന്ദ്രൻ നൽകിയാൽ മാത്രമേ മനുഷ്യർക്ക് ഇത് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ലഭിച്ചാൽ തന്നെ ഒരിക്കൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഇത് ഇന്ദ്രനിലേക്ക് തന്നെ തിരികെ പോകും. ഇത് കയ്യിലിരിക്കുന്ന മർത്തിന് മരണമില്ല. സൂര്യദേവൻ പറഞ്ഞതുപോലെ ഇന്ദ്രദേവൻ ബ്രാഹ്മണ വേഷധാരിയായി വന്ന് തൻ്റെ ജീവരക്ഷയായ കവചകുണ്ടലങ്ങൾ ചോദിച്ചെത്തിയ ഇന്ദ്രനോട് കർണൻ സൂര്യദേവന്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ദ്രദത്തമായ ഏക പുരുഷഘാതിനി വേൽ ആവശ്യപ്പെടുന്നു. ഈ കവചകുണ്ടലങ്ങൾ എനിക്ക് ജന്മസിദ്ധമാണ്. എൻ്റെ പിതാവ് നൽകിയ ഇവയെ ത്യജിച്ചാൽ ഞാൻ മൃത്യുവിന് വശഗതനായി പോകും. എന്നാൽ അങ്ങ് നൽകുന്ന വേലുണ്ടെങ്കിൽ എൻ്റെ മൃത്യുവായിരിക്കുന്ന ഒരു ആജന്മ ശത്രുവുണ്ട്. അവനെ വധിച്ച് ഞാൻ അകാല മൃത്യുവിൽ നിന്നും രക്ഷ നേടുന്നതാണ്. ഇത് കേട്ട ഇന്ദ്രൻ പറഞ്ഞു, വേൽ ഞാൻ തരാം. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന ആ ശത്രുവിനെ രക്ഷിക്കുന്നത് ലോകനാഥനായ കൃഷ്ണനാണ്. തുടർന്ന് കർണന് ഏക പുരുഷഘാതിനി വേല് ദേവേന്ദ്രൻ നൽകുന്നു. പകരം കർണൻ വിലമതിക്കാനാവാത്ത തന്റെ കവചകുണ്ടലം നൽകുവാൻ സന്നദ്ധനാകുന്നു. അതിതീവ്രമായ വേദന വകവയ്ക്കാതെ ശരീരത്തിൽ നിന്നും കർണൻ കവചകുണ്ടലം മുറിച്ച് ദേവേന്ദ്രന് നൽകുന്നു. അതിധീരമായ കർണന്റെ ഈ പ്രവൃത്തി കണ്ട് ദേവന്മാരും ഋഷികളും കർണനെ വൈകർത്തന എന്ന് അഭിസംബോധന ചെയ്യുന്നു. വൈകർത്തനൻ എന്നാൽ ശരീരം മുറിച്ചവൻ എന്നാണ് അർത്ഥം. അതോടെ വൈകർത്തന കർണൻ എന്ന് കർണന്റെ പേര് പുനരുദ്ധാരണം ചെയ്യപ്പെടുന്നു. తన పేరు చరిత్ర మర్చిపోదు. సూర్యపుత్ర వైకర్తన కర్ణ.